നാം തുടർന്ന് ചിന്തിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യസമൂഹം യെരൂശലേമിൽ കൂടിയിരുന്നു. എന്തിനു വേണ്ടി? പുതിയ വാഗ്ദാനത്തിന് വേണ്ടി, ഭാവിയെക്കുറിച്ച് കാണുവാൻ വേണ്ടി. ആ ശിഷ്യസമൂഹം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് ആ വിഷയം ചിന്തിച്ചവരാണ്. തിബരിയാസ് കടലിന്റെ തീരത്ത് വിവിധ ചിന്താഗതിക്കാരായിരുന്ന 7 ആളുകൾ ഒരുമിച്ച് കൂടി ഭാവി എന്തെന്ന് അവർ ചിന്തിച്ചു. നാളത്തെ ദിവസം സമൃദ്ധമാകുവാൻ, സുഗമമാകുവാൻ, സുരക്ഷിതമായി തീരുവാൻ, ആനന്ദദായകമാകുവാൻ ഇന്ന് എന്ത് ചെയ്യണം? അതായിരുന്നു അവരുടെ ചിന്ത. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അതിൻ്റെ അർത്ഥവ്യാപ്തി നാം ഓർക്കണം. പരിചയമുള്ള തൊഴിലിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു. പരിചയമുള്ള തൊഴിൽ മേഖലയിൽ പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ധാരാളം അനുഭവ പരിചയ സമ്പത്തുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് അനുസ്മരിപ്പിച്ചപ്പോൾ പരാജയം എന്നത് നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതുപോലെ അവർക്കുറപ്പുണ്ടായിരുന്നു. ആ ആത്മധൈര്യത്തോടുകൂടി അവർ ആ രാത്രി മത്സ്യബന്ധനത്തിന് പോയി. പക്ഷെങ്കിൽ പരിചയമുള്ള തൊഴിൽ മേഖലയിൽ പരിചയമുള്ള തൊഴിൽ അനുഭവ പരിചയ സമ്പത്തോടെ ചെയ്തിട്ടും ഒന്നും നേടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രഭാതം പൊട്ടി വിളരുമ്പോൾ കരയിൽ നിന്നുകൊണ്ട് ഈ ശിഷ്യ സമൂഹത്തെ വീണ്ടും തിരുത്തലിൻ്റെ അനുഭവത്തിലേക്ക് നടത്തുവാൻ കർത്താവ് അവിടെ സമാഗതനായി. അപ്പോൾ അവരോട് ചോദിച്ചു, പോയിട്ട് എന്നോ കിട്ടി? ഈ അവസ്ഥയിൽ നമ്മളായിരുന്നൊന്നുമില്ല. മറുപടി പറയുന്നത് എന്താണെന്നാൽ അവരോട് തന്നെ പറഞ്ഞാൽ മതി. എന്നാൽ അവർ അവരുടെ നിസ്സഹായത വെളിപ്പെടുത്തി. ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പോയി ഫലം നാസ്തിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തോട് വലയെറിയാൻ പറഞ്ഞു. അവർ വലയെറിഞ്ഞു. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. അപ്പോൾ അവർക്ക് ബോധ്യമായി ഒരു കാര്യം. എന്ത്? തങ്ങളുടേതായിരിക്കുന്ന കഴിവുകൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല. അനുഭവപരിചയ സമ്പത്തായാലും പരിചയമുള്ള തൊഴിൽ മേഖലയായാലും പരിചയമുള്ള തൊഴിലായാലും നാളത്തെ ദിവസം സമൃദ്ധമാക്കുവാനായിട്ട് പര്യാപ്തമല്ല എന്നവർക്ക് ബോധ്യമായി. അപ്പോഴവർ ആ പെരുത്ത മീൻകൂട്ടം വലിച്ച് കരയ്ക്ക് കയറ്റി രാത്രിയിലെത്തി അധ്വാന ക്ഷീണത്തോടുകൂടെ. അപ്പോൾ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സ് അവിടെ ഒരുക്കിയിരുന്നു. ക്ഷീണം മാറ്റുവാനായി അവർക്ക് ഭോജ്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, വരിക, പ്രഭാത ഭക്ഷണത്തിന് വരിക, കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അവർ വന്നു. ഒരുക്കിയിരുന്നത് അവർ കഴിച്ചു. ഊർജം പ്രാപിച്ചപ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിച്ചു, നീ പ്രമേയം അവതരിപ്പിച്ചവനെ പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നീ സുരക്ഷിതത കാണുന്നതായുള്ളതിൻ്റെ സുരക്ഷിത മേഖലകളെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് കർത്താവ് ചോദിച്ചത്. അല്ല, മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നു എന്നല്ല. മറ്റുള്ളവരെന്തും ചെയ്യട്ടെ, നീ സുരക്ഷിതത്വ കണ്ടെത്തി ഉറപ്പാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളെക്കാൾ ഉപരിയായി, നിന്റെ പരിചയമുള്ള തൊഴിലിനേക്കാൾ ഉപരിയായി, നിന്റെ പരിചയമുള്ള തൊഴിൽ മേഖലയേക്കാൾ ഉപരിയായി, നിന്റെ അനുഭവ പരിചയ സമ്പത്തിന് ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. 3 പ്രാവശ്യം വീണ്ടും വീണ്ടും ചോദിച്ചു. ഉറപ്പോടുകൂടെ പറഞ്ഞു, ഉവ്വ ഉവ്വ എന്നൊക്കെ പറഞ്ഞെങ്കിലും 3ാമത് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ പറയുന്നതിൻ്റെ ലാഘവത്വം എന്തെന്നുള്ളത് അവിടത്തേക്കറിയാമല്ലോ.
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആ പറച്ചില് അത് ലാഘവത്വത്തെ വെളിപ്പാക്കിക്കൊണ്ട് അവൻ കരഞ്ഞു. അവന് നിയോഗം കൊടുത്തു. അത് എവിടേക്കാവുന്നു പോകേണ്ടത്, എന്താകുന്നു ചെയ്യേണ്ടത് എന്ന് അവനെ ഓർമ്മിപ്പിച്ചു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഞാൻ എൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതായുള്ള ദൈവജനത്തെ മേയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്വമാകുന്നു അവർ കൊടുത്തത്. ആയിരുന്ന ഇടത്ത് നിന്ന് ആകേണ്ട ഇടത്തേക്കുള്ളതായ വാഗ്ദാനം അവരെ മനസ്സിലാക്കിയെന്ന് വരികിലും വീണ്ടും ആ വാഗ്ദാനത്തെക്കുറിച്ചുള്ളതായ ധാരണയുടെ അടിസ്ഥാനത്തിൽ യെരൂശലേമിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞതായുള്ള വാക്കാണ്, നിങ്ങൾ എവിടേക്ക് പോകണം? നിങ്ങൾ ഇവിടെ താമസിച്ച് പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകുവീനെന്ന് പറഞ്ഞു. ആ